KTU ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC നിയമനത്തിൽ ഗവർണറുമായി സമവായത്തിനില്ലെന്നുറപ്പിച്ച സർക്കാർ. ചട്ടവിരുദ്ധമായി ഗവർണർ പെരുമാറിയെന്ന് സുപ്രീം കോടതിയെ അറിയിക്കാനാണ് തീരുമാനം. നിയമനം റദ്ദാക്കണമെന്നും ആവശ്യപ്പെടും. സർവകലാശാലകളുടെ ചട്ടത്തിനനുസരിച്ച് നിയമനം നടത്തിയില്ല. സർക്കാർ നൽകിയ പാനൽ പരിഗണിച്ചില്ല. താൽക്കാലിക VC നിയമനത്തിന് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിക്കാനാണ് നീക്കം. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മനീഷ്, അപ്പോൾ ഈ എതിർപ്പുമായി മുന്നോട്ട് പോകാൻ തന്നെ, നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ സർക്കാരിന്റെ തീരുമാനം? സ്മിത, നിലവിൽ ഈ കേസ് ഓഗസ്റ്റ് 13 വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കും. ആ സമയത്ത് സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്തെ ബാധിക്കുന്ന തരത്തിൽ സുപ്രീം കോടതി വിധി എന്താണോ പറയുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഗവർണർ നിലവിൽ നടപടിയെടുക്കുന്നത് എന്ന് കോടതിയെ ബോധിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് സർക്കാരിന് അനുകൂലമായ വിധി വന്നതിനെ തുടർന്നായിരുന്നു നേരത്തെ സിസ തോമസിനെയും ശിവപ്രസാദിനെയും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിൽ അവരുടെ നിയമനം റദ്ദായത്. പക്ഷേ നിലവിൽ വീണ്ടും സുപ്രീം കോടതിയെ സർക്കാർ ഗവർണർ സമീപിച്ചതിനെ തുടർന്ന് 6 മാസത്തേക്ക് നിയമിക്കാം. താൽക്കാലിക VCമാരെ 6 മാസത്തേക്ക് നിയമിക്കുന്നതിൽ സർക്കാരും ഗവർണറും കൂടിയാലോചന വേണമെന്ന തീരുമാനമായിരുന്നു, ഉത്തരവായിരുന്നു സുപ്രീം കോടതി അറിയിച്ചത്. പക്ഷേ ഇവിടെ സർക്കാരിന്റെ അഭിപ്രായം നോക്കാതെ നിലവിൽ 2 സർവകലാശാലയിലേക്കും 3 പേരുടെ വീതം 6 പേരുടെ പേരുകൾ സർക്കാർ നേരത്തെ തന്നെ ഗവർണർ രാജ്ഭവന് കൈമാറിയത്. പക്ഷേ ഈ പേരുകളൊന്നും പരിഗണിക്കാതെയാണ് വീണ്ടും 6 മാസത്തേക്ക് താൽക്കാലികമായി ഇവരെ ഗവർണർ ഏകപക്ഷീയമായി നിയമിച്ചത് എന്ന വാദമാണ് സർക്കാരിനുള്ളത്. നേരത്തെ തന്നെ നിയമമന്ത്രി P രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും ഒരു ഗവർണർക്കെതിരെ രംഗത്തെത്തിയിരുന്നു. നിലവിൽ 13-ാം തീയതി കോടതിയെ സമീപിക്കുന്നതിന് മുന്നേ ഒരു തവണ കൂടി ഗവർണറെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള ഒരു നടപടി കൂടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് സൂചനയുണ്ട്. പക്ഷേ ഇന്നലെ അടക്കം മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. ഈ വിധത്തിൽ താൽക്കാലിക VCമാരെ അല്ല, സ്ഥിരം VCമാരെ നിയമിക്കേണ്ടതാണ്. അത് ബോധിപ്പിക്കുന്ന കത്ത് നൽകിയെങ്കിലും ഗവർണർ ആ കത്ത് മുഖവിലേക്ക് എടുത്തില്ല എന്നതാണ് ഈ പോര് കടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഗവർണർ ശരിക്കും സുപ്രീം കോടതി വിധിയിൽ വന്ന ഉത്തരവിൽ വന്ന ചില കാര്യങ്ങൾ സാങ്കേതികമായി ആയുധമാക്കുകയാണ് എന്നാണ്. കാരണം 6 മാസത്തേക്കുള്ള താൽക്കാലിക VCമാരെ നിയമിക്കാൻ ഗവർണർക്ക് മാത്രമല്ല സർക്കാരിന് കൂടി അതിൽ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അത് ഗവർണർ ഏകപക്ഷീയമായി എടുക്കുന്നു എന്ന കാര്യമാണ് സർക്കാർ നിലവിൽ 13-ാം തീയതി സുപ്രീം കോടതിയെ ബോധിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഒപ്പം തന്നെ 13-ാം തീയതി കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന സർവകലാശാലയിലെ VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ഈ 2 VC നിയമനങ്ങളല്ല, മറ്റ് സർവകലാശാലയിലെ അടക്കം 6 മാസത്തിൽ കൂടുതൽ താൽക്കാലിക VCമാരെ വിൽക്കാൻ പാടില്ല, സ്ഥിരം VCമാരെ വേണമെന്നായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം. അങ്ങനെ സംസ്ഥാനത്തെ സർവകലാശാലയിലെ VCമാരുടെ കാര്യത്തെ പറ്റിയുള്ള വിശദാംശങ്ങൾ സർക്കാരും ഗവർണറും കൂടി ബോധിപ്പിക്കണമെന്ന കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരും 2 തരത്തിലായിരിക്കുമോ ഈ സുപ്രീം കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ സുപ്രീം കോടതി 13-ാം തീയതി പറയുന്ന ഉത്തരവ് അല്ലെങ്കിൽ പറയുന്ന നിർദ്ദേശമായിരിക്കും ഏറ്റവും നിർണായകമായി മാറുക. ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് VCമാർ കൊടുത്ത ലിസ്റ്റ് ഗവർണർ മുഖവിലേക്ക് എടുക്കാത്തതാണ് സർക്കാരിനെ ചൊടിപ്പിച്ചത്. ശരി, മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇതോടെ സർക്കാർ ഗവർണർ പോര് വീണ്ടും കടുക്കുകയാണ്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.